ഏറ്റവും ബെറ്ററായിട്ട് ഇപ്പൊ ഈ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാലും ഞാൻ പറയും എൻ്റെ അച്ഛനെയും അമ്മേനെയും പൊന്നുപോലെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അച്ഛനാണെങ്കിലും അച്ഛൻ പിന്നെ ആഗ്രഹങ്ങളൊന്നും പറയലില്ല. അമ്മയാണ് പിന്നെയും എനിക്ക് ആ ഒരു സാധനം ഇല്ലേ അതെന്താ. അമ്മ ചിലപ്പോൾ സീരിയൽസ് ഒക്കെ കാണുമ്പോഴേ ചില പണ്ടത്തെ ട്രഡീഷണൽ മാലയും വളയൊക്കെ കാണുമ്പോൾ അമ്മ എങ്ങനെ ചോദിക്കും അവരേത് മാലയാ ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിക്കും. അത് എപ്പോഴും നല്ല കേട്ടോ, വെരി റയർലി. നമ്മൾ കൊടുത്തൊരു സാരി ആണെങ്കിൽ പോലും അതിന്റെ വിലയൊന്നും അല്ല, നമ്മളത് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അവരത് ഉടുത്തു വരുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സന്തോഷം, ആ ഒരു സാധനം എല്ലാ മക്കളും ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീടാണെങ്കിലും എനിക്ക് പണ്ടത്തെ വീട് വളരെ കൊച്ചു വീടായിരുന്നു. ഇപ്പോഴും ആ വീട് പൊളിച്ച് ഞങ്ങൾ വീട് വെച്ച് 2013 നാട്ടിലത്തെ വീട് വെക്കുന്നത്. ഇപ്പോഴും എൻ്റെ മൊബൈലിൽ ഒരു ഡോക്യുമെന്റ് ഫയൽ എൻ്റെ പഴയ വീടിന്റെ ഫോട്ടോ ഉണ്ട്. ഇപ്പോഴും എൻ്റെ വീടിന്റെ കാര്യം പറഞ്ഞാൽ ആ വീട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയാം, അപ്പം എൻ്റെ കണ്ണിപ്പോഴും നിറയും. അച്ഛൻ നോർമലായിട്ട്, അച്ഛൻ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ഏറ്റവും ലോ ഗ്രേഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഇപ്പം അച്ഛനോട് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ സമയത്ത് ഞാൻ പീരീഡ്സ് ഒക്കെ ആയതിനു ശേഷമാണ് ഞാൻ പറയുന്നത് എൻ്റെ റൂമിന് ഒരു കർട്ടൻ ഇട്ട് തരുമോ, റൂമിന് ഡോർ ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പം ഞാൻ പറയും എനിക്കൊരു കർട്ടൻ ഇട്ട് തരുമോ ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നത് എൻ്റെ പീരീഡ് സ്റ്റേജിന് ശേഷമാണ്. പിന്നെയാണ് എൻ്റെ റൂമിന് ഡോറ് വരുന്നത്. അപ്പം ആ രീതിയിൽ അന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട് വേണം. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിലെങ്കിലും സ്റ്റെയർ കേസ് ഉണ്ടാവണം. എൻ്റെ ഏറ്റവും വലിയ വിഷ്വലൈസേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എന്നെ ആരെങ്കിലും അനുശ്രീന്ന് വിളിക്കുമ്പം സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി വരണം. വൻ വിഷ്വലൈസേഷൻ ആയിരുന്നു അത്.